കരയുന്നത് ഇമോഷണലി വീക്ക് ആയിട്ടുള്ള ആൾക്കാരാണോ? ആണോ സിയ? ഒരിക്കലും അല്ല. അത് വളരെ ചിരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാം അല്ല എന്നുള്ളത്. കാരണം ഒരാൾ കരയുക എന്ന് പറയുന്ന സമയത്ത് ഇമോഷണലി ഒരു ഹൈ ലെവൽ അയാൾ പോകുന്ന സമയത്ത് നമുക്കറിയാം, ചിലപ്പോൾ സന്തോഷം കൊണ്ട് കരയാറുണ്ട്, ടെൻഷൻ വരുമ്പം കരയാറുണ്ട്, സ്ട്രെസ് ഉണ്ടാകുമ്പം കരയാറുണ്ട്. അങ്ങനെ നമ്മളെ ഇമോഷണലി നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്തൊരു ലെവലിലേക്ക് പോകുന്ന സമയത്താണ് നമ്മളെ ഈ പറഞ്ഞതുപോലെ കരയുക എന്നുള്ളൊരു കാര്യം നടക്കുന്നത്. വിച്ച് ഈസ് ആക്ച്വലി ഗുഡ്. യെസ്, ഡെഫിനറ്റ്ലി നമുക്കറിയാം മെൻ്റലിയും ഫിസിക്കലിയും അത് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് തരുന്നുണ്ട് നമ്മളെ ബോഡിക്ക്. മെൻ്റലി നമ്മൾ എടുത്ത് പറയുന്ന സമയത്ത് ഒരു ഇമോഷണൽ വെന്റിലേഷനാണ് അത്. നമ്മൾ വെന്റിലേറ്റ് ചെയ്യുകയാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു സ്ട്രെസ്സിനെ. അങ്ങനെ ഒരു വെന്റിലേഷൻ ഒരു മനുഷ്യന് ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് വലിയൊരു ഫ്രസ്ട്രേഷനിലേക്ക് അയാളെ കൊണ്ടുപോകും. അപ്പോൾ അത് നമ്മൾ നിസ്സാരമായിട്ട് എടുത്ത് കളയേണ്ട ആ ഒരു കാര്യത്തിന് പിന്നീട് ചിലപ്പോൾ മേ ബി ഒരു മെഡിസിൻ്റെ സഹായത്തോടു കൂടി മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഈ ടെൻഷനെ കടിച്ചു പിടിച്ച് വെക്കുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട് സാധാരണ പേഷ്യൻസിനെ. എപ്പോഴും ആ ഒരു വികാരം വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ നീഡ് എ തെറപ്പി. പക്ഷെ കുറച്ചൊക്കെ കരച്ചിൽ ആക്ച്വലി നല്ലതാണ്. ചില സമയത്ത് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവരുടെ ആ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ കരയുന്നത് നമ്മൾ കാണാറുണ്ട്. അതെല്ലാം നമ്മളിവിടെ സംസാരിക്കുന്നത് ഒരു മനുഷ്യൻ അത്രയും സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒന്നുകിൽ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ മുന്നിൽ അയാൾക്കൊന്ന് കരഞ്ഞു കഴിയുമ്പോൾ ഒരു റിലാക്സേഷൻ. ഇതിനുമായി ബന്ധപ്പെട്ട ഒരു രസകരമായിട്ടുള്ള ഒരു സമയം, രസകരം എന്ന് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്നെ ഒരു ലെക്ചറാണ്, അദ്ദേഹം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഇങ്ങനെ പിടിച്ചു വെക്കണം. അപ്പോൾ പുള്ളിയുടെ ഫേസിൽ ഇങ്ങനെ മസിൽസ് ഇങ്ങനെ റിജിഡായിട്ട് വെക്കുന്നുണ്ട്. കരയണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു കരഞ്ഞോളൂ, അദ്ദേഹത്തിന് അങ്ങനെ കരയാൻ ഇല്ല മാം, എനിക്ക് അത് ആണുങ്ങൾക്ക് പറ്റുന്ന ഒരു സംഭവം അല്ല കരയുന്നത്, ഞാൻ കരയൂല. അപ്പോൾ എനിക്ക് സത്യത്തിൽ ആ മുഖത്തെ ഭാവം കണ്ടിട്ട് ഞാൻ ചിരിക്കുന്നുണ്ടോണ്ട് പിന്നെ പുള്ളിയൊക്കെ ചിരിച്ചു. എന്നിട്ട് കണ്ണിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു കരയാൻ തോന്നുമ്പോൾ കരയണം, അതാണ് എന്ന് വിചാരിച്ചിട്ട് കരയാണ്ടിരിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. നമ്മുടെ സൊസൈറ്റി ഒരിക്കലും ഒരു പുരുഷൻ കരയാൻ പാടില്ല, അല്ലെങ്കിൽ അത് അത്ര ഒരു പുരുഷത്വത്തിന് ചേർന്നതല്ല എന്നുള്ള ഒരു രീതിയിലാണ് പറയാറുള്ളത്. പക്ഷെ നമ്മളെ മെന്റലി സ്ട്രോങ് ആക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞൊരു കരച്ചിലൂടെ നമ്മൾ ആ ഒരു കാര്യം, അത് അവിടെ ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടുകയാണ്, നമുക്ക് ഇവിടേക്ക് ഒരു റിലീഫ് കിട്ടുകയാണ് നമ്മളുടെ ആ ഒരു പ്രോബ്ലത്തിന്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്തുണ്ടാവും, അതിന്റെ സൊല്യൂഷൻ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് നമ്മുടെ തലയിലേക്ക് വരും. നമ്മൾ അതുവരെ സ്റ്റക്കായി നിന്നിട്ടുണ്ടാവും, എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് എന്നൊക്കെ ഉള്ള ഒരു ചിന്തയിലൂടെ ആയിരിക്കാം കടന്നിട്ടുണ്ടാവുക. സത്യത്തിൽ നല്ലതാണ് അല്ലെ? തീർച്ചയായിട്ടും. ഇപ്പൊ ഇനിയും കരയാൻ വരുവാണെങ്കിൽ അതിങ്ങനെ മുറുക്കി പിടിച്ച് മസിൽ പിടിച്ചിരിക്കണ്ട, നന്നായിട്ട് അങ്ങ് കരഞ്ഞോളൂ, യു വിൽ ഫീൽ റിലാക്സ്.